നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലുള്ള ജർമ്മനിയുടെ സ്ക്വാഡ് ഇന്നലെ കോച്ച് യൂലിയൻ നെഗൽസ്മാൻ പ്രഖ്യാപിക്കുമ്പോൾ 2024 അന്താരാഷ്ട്ര ഫുട്ബോൾ മതിയാക്കി പോയ മാനുവൽ ന്യൂയറെ തിരികെ കൊണ്ടുവന്ന് ഗോൾ കീപ്പറാക്കിയിരിക്കുന്നു. മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗൻ എന്നൊരു ഗോൾ കീപ്പർ അവർക്കുണ്ടായിരുന്നു. ആ ഗോൾ കീപ്പർക്ക് വീണ്ടും സ്ക്വാഡിൽ ഇടമില്ല എന്ന് പറഞ്ഞാൽ ഇഞ്ചുവേർഡാണ്. വല്ലാത്തൊരു വിധിയാണ് മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗൻ്റെ എന്ന് ഞാൻ പറയും. കാരണം 2012 യൂറോ കപ്പ് അദ്ദേഹത്തെ അന്ന് സ്ക്വാഡിലേക്ക് ആരും വിളിച്ചില്ല. 2014 വേൾഡ് കപ്പ് അദ്ദേഹത്തെ കോളപ്പ് ചെയ്തില്ല. 2016 യൂറോ കപ്പിൽ സ്ക്വാഡിലുണ്ട്, പക്ഷെ ബെഞ്ച്ഡ് ബൈ മാനുവൽ ന്യൂയർ. 2018 വേൾഡ് കപ്പ് സ്ക്വാഡിലുണ്ട്, പക്ഷെ ബെഞ്ച്ഡ് ബൈ മാനുവൽ ന്യൂയർ. 2020 യൂറോ കപ്പിൽ ഇഞ്ചോർഡായി. 2022 വേൾഡ് കപ്പ്, പക്ഷെ ബെഞ്ച്ഡ് ബൈ ന്യൂയർ. 2024 യൂറോ കപ്പ് സ്ക്വാഡിലുണ്ട്, ബെഞ്ച്ഡ് ബൈ ന്യൂയർ. അപ്പം ന്യൂയർ ഒന്ന് വിരമിച്ചു. ഇനി ജർമ്മൻ ടീമിൻ്റെ നമ്പർ 1 ചോയ്സായിട്ട് താൻ മാറുമെന്ന് മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗൻ ഏറെ സ്വപ്നം കണ്ടതാണ്. പക്ഷെ അപ്പോഴേക്കും ബാഴ്സ ടീമിലെ നമ്പർ 1 സ്ഥാനം നഷ്ടമാകുന്നു. അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നു. അതിനെ തുടർന്ന് പുറത്തിരിക്കുന്നു. നമ്പർ 1 സ്ഥാനം നഷ്ടമാകുന്നു. പ്ലേയിങ് ടൈം കുറയുന്നു. എങ്ങനെയും വേൾഡ് കപ്പിന് പോകണം, അതിന് കളിച്ചേ പറ്റൂ എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം തീരുമാനമെടുത്ത് ബാഴ്സലോണ വിട്ട് ട്രാൻസ്ഫർ ആകുന്നു. പക്ഷേ എന്ത് ഫലം? പോയിടത്തുടൻ തന്നെ പരിക്കും പറ്റി, സൈഡ് ലൈൻഡായി. അദ്ദേഹം ഇനിയും നോക്കി നിൽക്കണം വേൾഡ് കപ്പ് മറ്റുള്ളവർ കളിക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഇനി 2024 സ്ക്വാഡിൽ നിന്ന് വിട്ടുപോയ അല്ലെങ്കിൽ വിരമിച്ചു പോയ മാനുവൽ ന്യൂയറെ തിരികെ വിളിച്ചിരിക്കുന്നു യൂലിയൻ നെഗൽസ്മാൻ. അപ്പോൾ ആരാ പഴയ ടെർ സ്റ്റെഗൻ്റെ അവസ്ഥയിലേക്ക് മാറുന്നത്? അത് ബൗമനാണ്. ബൗമനോട് കാര്യങ്ങൾ സംസാരിച്ചു എന്നൊക്കെ കോച്ച് പറയുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വീണ്ടും ഒരിക്കൽ കൂടി ന്യൂയർ വരുന്നത് കൊണ്ട് മറ്റൊരാൾ ബെഞ്ചിലേക്ക് മാറുന്നു. ന്യൂയർ തന്നെയാണ് തൻ്റെ ഈ വേൾഡ് കപ്പ് ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോച്ച് യൂലിയൻ നെഗൽസ്മാൻ. സോ ടെർ സ്റ്റെഗൻ്റെ വിധി വല്ലാത്തതാണ്. അതേ വിധി തന്നെ ബൗമനെയും കാത്തിരിക്കുന്നു എന്നതാണ് ചോദ്യം. എന്തായാലും ജർമ്മനിക്ക് ഈ വേൾഡ് കപ്പിൽ മുന്നോട്ട് പോയേ പറ്റൂ. കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിലും ആദ്യ റൗണ്ടിൽ തന്നെ തോറ്റു പുറത്തായി നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയൊരു ടീമാണ് ജർമ്മനി. അവർക്ക് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. ഗ്രൂപ്പ് എയിൽ ഇത്തവണ അവർ ഗ്രൂപ്പ് സിയിൽ പുറത്താകില്ലെന്ന് ഉറപ്പിക്കാം. ഗ്രൂപ്പ് ഇയിലാണ് അവരുള്ളത്. കുറുസാവോയും ഐവറി കോസ്റ്റും ഇക്കഡോറുമാണ് എതിരാളികൾ. ജർമ്മനി അനായാസം മുന്നോട്ട് പോകും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.